കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായി കുഞ്ഞിന്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു. ആശുപത്രി അധികൃതർ കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമാക്കാതെ വന്നതോടെ പിതാവ് നൽകിയ പരാതിയിലാണ് നടപടി. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. കുമളി 6 മൈൽ സ്വദേശി നെല്ലിക്കൽ സേവ്യറിന്റെയും ടിനുവിന്റെയും ആൺകുഞ്ഞ് കഴിഞ്ഞ 10-ാം തീയതിയാണ് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ചത്. ടിനുവിനെ അവസാനവട്ട സ്കാനിങ്ങിനായി കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഗർഭപാത്രത്തിൽ കുഞ്ഞ് ചെരിഞ്ഞു കിടക്കുകയാണെന്നത് കണ്ടെത്തിയത്. പിന്നാലെ ടിനുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 10-ാം തീയതി രാവിലെ ടിനുവിന് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പരിശോധനയിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കുറയുന്നതായും കണ്ടെത്തി. ഇതോടെ അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. കുഞ്ഞിനെ മരിച്ച നിലയിലാണ് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തെടുത്തതെന്ന് പിന്നീട് ആശുപത്രി അധികൃതർ അറിയിച്ചതായി പിതാവ് സേവ്യർ പറഞ്ഞു. അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാൻ നമ്മൾ പറഞ്ഞു. പക്ഷെ അതിന് വ്യക്തമായൊരു കാര്യം അവർ പറയുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലുകാർ അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. മരണകാരണം എന്താണ്? മരണകാര്യം റിപ്പോർട്ടിലെല്ലാം കറക്റ്റായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് എന്താണെന്ന് ഇപ്പോൾ അറിയുന്നില്ല. കാരണം ചോദിച്ചിട്ട് അവർ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾക്ക് ഒഴിഞ്ഞു മാറുകയാണ് കൂടുതലും ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്നു അവരോട്. നമ്മുടെ ഒരു ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം കുഞ്ഞിന് മരിക്കാനുണ്ടായ കാരണം മാത്രം അറിഞ്ഞാൽ മതി. ആശുപത്രി ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് അതിനകത്ത്? പിഴവാണോ എന്ന് ചോദിച്ചാൽ പിഴവായിരിക്കും. എനിക്ക് കാരണം അറിഞ്ഞാൽ മതി. കുട്ടി മരിക്കാനുണ്ടായ 9-ാം തീയതി അഡ്മിറ്റ് ചെയ്തത്. 9-ാം തീയതിയാണ് അഡ്മിറ്റ് ആയത്. 11-ാം തീയതിയാണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അവർ 10-ാം തീയതി ചെയ്തായിരുന്നു. കുട്ടി ഒരു സൈഡിലായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ കാര്യമായ വിഷയങ്ങളൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഈ 10-ാം തീയതി പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാരണം എന്താണെന്നാ പറയുന്നത്? അങ്ങനെ കാരണം അവർ പറഞ്ഞില്ല. അവർ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് ഞങ്ങൾ ധരിപ്പിച്ചുകൊണ്ടേ ഇരുന്നത് മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ടാണോ മരിച്ചെന്ന് പറയുന്നത്? 10-ാം തീയതി വൈകിട്ടോടെ കുമളി ലൂർദ് മാതാ ദേവാലയത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. കുഞ്ഞിന്റെ മരണകാരണം എന്തെന്ന് ആശുപത്രി അധികൃതരോട് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാതെ വന്നതോടെയാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്ന് സേവ്യറിന്റെ പിതാവ് ബാബു പറഞ്ഞു. മോനവിടെ ചെന്നപ്പോൾ ഇവർ ഒപ്പിടിച്ച് കഴിച്ചു. പെട്ടെന്ന് തന്നെ ഓഫീസൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ വൈഫ് വരുമ്പോൾ കൊച്ചിന് ഇവരോട് പറഞ്ഞിരുന്നത് കൊച്ചിന് അനക്കമില്ലാന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് പെട്ടെന്ന് വന്ന് ലേബർ റൂമിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കൊച്ചിന് മരിച്ചിട്ട് അവർ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മരിച്ചതെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞിട്ട് അന്ന് ഡോക്ടർ ഞങ്ങളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഡോക്ടറോട് ഞങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളോട് സംസാരിക്കുന്നില്ല. അപ്പം ഞങ്ങൾ കൊച്ചി എങ്ങനെയാണ് മരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാനായിട്ടാണ്. ഈ ആശുപത്രി ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് അതിനകത്ത്? അതിന് എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ കുട്ടി എങ്ങനെ മരിച്ചു എന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയാം. പോലീസിൽ നൽകിയ പരാതിക്ക് പിന്നാലെ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖർഗിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും പുലർച്ചെ വരെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലായിരുന്നുവെന്നും പെട്ടെന്നാണ് ഇത് കുറഞ്ഞതെന്നുമാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. അന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തങ്ങൾ നിർദ്ദേശിച്ചിരുന്നതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നുണ്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകൂ.